കുന്നിമണി ഒരു കണ്ണുനീർത്തുള്ളിയാണ്. ആനന്ദചിന്മയമായ ബ്രഹ്മത്തിൽ നിന്നും വേർപെട്ടതെന്ന് സ്വയം കരുതുന്നൊരു ജീവൻ. എല്ലാറ്റിനും ഒടുവിൽ സമസ്തവും ചെന്ന് ലയിക്കുന്ന രണ്ട് കുഞ്ഞിക്കാലുകളിൽ അലിഞ്ഞു ചേരാനായി പ്രപഞ്ചത്തിന്റെ അമ്പലമുറ്റത്ത് കാത്തു കിടക്കുകയാണ്. എന്നായിരിക്കും ലയിച്ചു ചേരാനാവുക എന്ന വ്യാകുലതയുടെ കറുത്ത പൊട്ടിട്ട് ഒടുവിൽ ആ തൃപ്പാദങ്ങളിൽ ലയിച്ചു ചേരുമ്പോഴുള്ള ആനന്ദമോർത്ത് ചുവന്നു തൊടുത്ത് ഈ കുന്നിമണിക്കുള്ളിലും ചുറ്റിലും ഭക്തിയുടെ സാന്ദ്രാനന്ദബോധം ജ്വലിച്ചു നിൽക്കുന്നു. ഹൃദയം നിറഞ്ഞൊഴുകുന്ന സന്തോഷം കൊണ്ടും നെഞ്ചു നുറുങ്ങുന്ന വേദന കൊണ്ടും ഇടമുറിയാതെ പൊഴിയുന്ന കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഞ്ചാടിമണികളും കുന്നിമണികളുമായി ഈ പ്രപഞ്ചത്തിൽ ചിതറിക്കിടക്കുന്നു. ആത്മാന്വേഷിയായ ജീവന്റെ ഈ വിത്തുകളുടെയും അവരുടെ നാഥനായ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെയും അവിടുത്തെ ഭക്തി സാമ്രാജ്യത്തിന്റെയും കഥയാണ് അഖിലം മധുരം, ഗുരുവായൂരിന്റെ ഇതിഹാസം. നാരായണ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പൊന്നു ഗുരുവായൂരപ്പന്റെ തേജോമയ വിഗ്രഹം ആരുണ്ടാക്കി, എന്നുണ്ടാക്കി? ഈ ചോദ്യങ്ങൾക്കൊന്നും മനുഷ്യരായ നമ്മുടെ കയ്യിൽ ഉത്തരങ്ങളില്ല. അനാദിയായ കാലത്തിന്റെ ഏതോ ദിവ്യമുഹൂർത്തത്തിൽ ഭഗവാൻ നാരായണൻ അർച്ചാവതാര രൂപത്തിൽ ചതുർബാഹുവായി നമുക്കെല്ലാം കണ്ട് ആനന്ദിക്കാനും വീണു വീണ് നമസ്കരിക്കാനുമായി ആവിർഭവിച്ചതാണ് ആ പരിശുദ്ധ വിഗ്രഹം. നാരായണ, ഗുരുവായൂരപ്പ. ഗുരുവായൂരമ്പലത്തിനെ ഒരു മഹാക്ഷേത്രമാക്കുന്നത് അവിടുത്തെ സ്ഥലമാഹാത്മ്യവും ബിംബമാഹാത്മ്യവും ഭക്തജന മഹാത്മ്യവുമാണ്. ഐതിഹ്യങ്ങളനുസരിച്ച് ശ്രീ മഹാദേവനും പ്രചേതസ്സുകളും തപസ്സനുഷ്ഠിച്ചത് ഗുരുവായൂരിൽ നമ്മൾ ഇന്നും കാണുന്ന രുദ്രതീർത്ഥം എന്ന പ്രസിദ്ധമായ ക്ഷേത്രക്കുളക്കരയിലാണ്. അക്കാലത്ത് അതൊരു മഹാസരസ്സായിരുന്നിരിക്കണം. ഇന്നത്തെ ഗുരുവായൂർ, മമ്മിയൂർ, താമരയൂർ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടന്ന താമരപ്പൂക്കളാൽ സമൃദ്ധമായൊരു ദിവ്യതീർത്ഥം. പ്രാചീന ബർഹിസിന്റെയും ശതദ്രുതിയുടെയും 10 പുത്രന്മാരായിരുന്നു പ്രചേതസ്സുകൾ. ശ്രീ മഹാദേവൻ രുദ്രതീർത്ഥക്കരയിൽ തപസ്സനുഷ്ഠിക്കുന്ന കാലത്ത് പ്രജാപതിത്വം ലഭിക്കുവാൻ തീവ്രോപാസനയ്ക്കായി പ്രചേതസ്സുകൾ അവിടെ എത്തിച്ചേർന്നു. അവരിൽ സംപ്രീതനായ ഭഗവാൻ പ്രചേതസ്സുകൾക്ക് അതിവിശിഷ്ട വിഷ്ണുസ്തുതിയായ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തു. ചിതം ആത്മവിത്തുല്യസ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാർത്ഥം സർവസ്മാത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ സംകർഷണായ സൂക്ഷ്മായ
दुरन्तायान्तकाय च नमो विश्वप्रबोधाय प्रद्युम्नायान्तरात्मने नमो नमो निरुद्धाय ऋषिकेशेन्द्रियात्मने नमः परमहंसाय पूर्णाय നിഭൃതാത്മനേ. ഈ വിധം പ്രചേതസ്സുകൾ 10,000 വർഷം രുദ്രഗീതം ജപിച്ചുപാസിച്ചുകൊണ്ട് ശ്രീമന്നാരായണനെ സന്തോഷിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥാനത്താണ് ഇന്നത്തെ ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്നത്. ഗരുഡാരൂഢനായി 8 കൈകളോടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ പ്രചേതസ്സുകൾക്ക് കൊടുത്ത വരഫലമായാണത്രേ അവർക്ക് ദക്ഷപ്രജാപതിയെ പുത്രനായി ലഭിച്ചത്. ഐതിഹ്യങ്ങളനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹത്തിന് അനേകം യുഗങ്ങളുടെ പഴക്കമുണ്ടെന്ന് അനുമാനിക്കേണ്ടി വരും. വിഗ്രഹത്തിന്റെ പഴക്കത്തെ സംബന്ധിച്ച് ചരിത്രരേഖകളൊന്നും തന്നെ ഇന്ന് ലഭ്യമല്ല. ഈ ദിവ്യവിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് അത്യപൂർവമായ പാതാളാഞ്ജന ശിലയിലാണ്. പാതാളാഞ്ജനം ബ്ലാക്ക് ബിസ്മത്ത് എന്ന ഉൽക്കാശിലയാണ്. ബഹിരാകാശത്തു നിന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉൽക്കാപതനങ്ങളിലൂടെ ഭൂമിയിൽ ആണ്ടുപോയവയാണവ. ചക്രം, ശംഖ്, ഗദ, പത്മം എന്നിവ ധരിച്ച 4 തൃക്കരങ്ങളോടെയാണ് ഈ അർച്ചാവതാരമൂർത്തി. മഹാവിഷ്ണുവിന്റെ 24 തരം ചതുർബാഹു വിഗ്രഹങ്ങൾ ഉള്ളതിൽ 21ാമത്തെ ജനാർദ്ദനൻ എന്ന പേരോടുകൂടിയ രൂപമാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാമൂർത്തി. സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഈ ബിംബം ആദ്യമായി പ്രതിഷ്ഠിച്ച് ആരാധിച്ചത് വൈകുണ്ഠത്തിൽ. പത്മകൽപ്പത്തിൽ ഭഗവാൻ സ്രഷ്ടാവായ ബ്രഹ്മദേവന് ഈ മഹാവിഗ്രഹം സമ്മാനിച്ചു. ഈ വിഗ്രഹത്തെ ആരാധിച്ചതുകൊണ്ടാണ് ബ്രഹ്മാവിന് പ്രപഞ്ച സൃഷ്ടി അനുസ്യൂതം നടത്തുവാൻ സാധിച്ചത്. വരാഹകൽപ്പത്തിന്റെ ആരംഭത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിച്ച സുതപസ്സും പത്നി പൃശ്നിയും സന്താനഭാഗ്യത്തിനായി ബ്രഹ്മദേവനോട് പ്രാർത്ഥിച്ചു. ബ്രഹ്മദേവൻ താൻ ആരാധിച്ചിരുന്ന ദിവ്യവിഗ്രഹം അവരെ ഏൽപ്പിക്കുകയും ഭക്തിയോടെ വിഷ്ണുവിനെ ഭജിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. സുതപസ്സും പൃശ്നിയും ഭക്തിശ്രദ്ധയോടെ ആ നാരായണ വിഗ്രഹത്തെ ആരാധിക്കുവാൻ ആരംഭിച്ചു. ഏറെ നാളുകൾ കടന്നുപോയി. ആ ദമ്പതിമാരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവർക്ക് മുൻപിൽ ആ വിഗ്രഹത്തിൽ നിന്നും ആവിർഭവിച്ചു. ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ട ഭാഗ്യശാലികൾ ഭക്തി കൊണ്ടും ആശ്ചര്യത്താലും പരിഭ്രമിച്ച് അങ്ങയെപ്പോലുള്ള ഒരു സത്പുത്രൻ ഞങ്ങൾക്കുണ്ടാകണമെന്ന് 3 പ്രാവശ്യം ആവർത്തിച്ചപേക്ഷിച്ചു. 3 പ്രാവശ്യം ചോദിച്ചതിനാൽ 3 ജന്മങ്ങളിലും സൽപുത്രൻ ഉണ്ടാകുമെന്നും തന്നെപ്പോലെ മറ്റാരുമില്ലാത്തതിനാൽ താൻ തന്നെ അവരുടെ പുത്രനായി 3 ജന്മങ്ങളിലും ജനിക്കുമെന്നും ഭഗവാൻ അവർക്ക് വരം നൽകി. കാലക്രമത്തിൽ അവരുടെ പുത്രനായി ഭഗവാൻ ജനിച്ചു. പൃശ്നിഗർഭൻ എന്നായിരുന്നു ആ ജന്മത്തിൽ ഭഗവാന്റെ പേര്. ഈ പൃശ്നിഗർഭനാണ് ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചത്. സുതപസ്സും പൃശ്നിയും അടുത്ത ജന്മത്തിൽ കശ്യപനും അതിഥിയുമായി ജനിക്കുകയും ഈ വിഗ്രഹത്തെ തന്നെ ആ ജന്മത്തിലും ആരാധിക്കുകയും ചെയ്തു. തൽഫലമായി അവർക്ക് പിറന്ന പുത്രനാണ് മഹാബല ഗോപാലനായ സാക്ഷാൽ വാമനമൂർത്തി. മഹാബലിയിൽ നിന്നും 3 അടി മണ്ണ് ചോദിച്ചു വാങ്ങി പ്രപഞ്ചം മുഴുവൻ 2 അടി കൊണ്ട് അളന്നെടുത്ത ത്രിവിക്രമൻ. ഗുരുവായൂരപ്പ, അതിഥിയുടെയും കശ്യപന്റെയും അടുത്ത ജന്മം ദേവകീ വസുദേവന്മാരായിട്ടായിരുന്നു. ധൗമ്യ മഹർഷിയിൽ നിന്നും ലഭിച്ച ആ ദിവ്യവിഗ്രഹത്തെ ആരാധിച്ചതിന്റെ ഫലമായി ഭഗവാൻ നാരായണൻ കൃഷ്ണചന്ദ്രൻ എന്ന പൂർണ്ണാവതാര രൂപത്തിൽ അവരുടെ പുത്രനായി പിറന്നു. അദ്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭിതം
कौस्तुभं पीताम्बरं सान्द्रपयोदसौभगम् महार्हवैडूर्यकिरीटकुण्डलत्विषा परिष्वक्तसहस्रकुन्तलम् उद्दामकाञ्ज्यङ्गदकङ्गणादिभिः विरोचमानं वसुदेव ऐक्षता. വസുദേവൻ മധുരയിൽ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ച് പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന ആ വിഗ്രഹം അക്കാലത്ത് ആദികേശവൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജരാസന്ധന്റെ നിരന്തരമായ ആക്രമണങ്ങളെ തുടർന്ന് കൃഷ്ണൻ സമുദ്രമധ്യത്തിൽ ദ്വാരാവതി നഗരം പണികഴിപ്പിച്ച് സ്വജനങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ മധുരയിൽ നിന്നും ഈ ആദികേശവമൂർത്തിയെയും കൂടെ കൊണ്ടുപോയി. ദ്വാരകയിൽ ഒരു മനോഹര ക്ഷേത്രം പണിത് ആദികേശവനെ അവിടെ പ്രതിഷ്ഠിച്ചു പൂജിച്ചു പോന്നു. തന്റെ അവതാര ദൗത്യം പൂർത്തിയാക്കിയ കൃഷ്ണൻ വൈകുണ്ഠാരോഹണ സമയമെടുത്തപ്പോൾ ബന്ധുവും സുഹൃത്തും പ്രിയഭക്തനുമായ ഉദ്ധവനോട് താമസിയാതെ ദ്വാരക പ്രളയജലത്തിൽ ആണ്ടുപോകുമെന്നും താൻ ആരാധിച്ചിരുന്ന ആദികേശവ വിഗ്രഹം ജലത്തിൽ ഉയർന്നു കിടക്കുമെന്നും അതിനെ വീണ്ടെടുത്ത് ഉദ്ധവരുടെ ഗുരുനാഥൻ കൂടിയായ ബൃഹസ്പതിയുമായി ആലോചിച്ച് ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്നും നിർദ്ദേശം നൽകി. വൈകാതെ പ്രഭാസത്തിലേക്ക് വിനോദയാത്ര പോയ യാദവന്മാർ മദ്യലഹരിയിൽ തർക്കിച്ച് സ്വബോധം നഷ്ടപ്പെട്ടവരായി സമുദ്രതീരത്ത് വളർന്നു നിന്നിരുന്ന മൂർച്ചയേറിയ ഏരകപ്പുല്ലുകളെ ആയുധങ്ങളാക്കി തമ്മിലടിച്ചു മരിച്ചു. ശേഷിച്ചവരെ ഭഗവാൻ ഒന്നൊഴിയാതെ വധിക്കുകയും ചെയ്തു. അങ്ങനെ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36 വർഷങ്ങൾക്ക് ശേഷം അന്ധകവൃഷ്ണി വംശജരായ യാദവകുലം ഗാന്ധാരി ശാപത്താൽ നശിച്ചൊടുങ്ങി. തുടർന്ന് ബലഭദ്രരാമന്റെ വൈകുണ്ഠാരോഹണം ദർശിച്ച ഭഗവാൻ ഏകനായി ഒരു വൃക്ഷച്ചുവട്ടിൽ തന്റെ അവതാര പൂർത്തീകരണ നിമിഷവും കാത്തിരുന്നു. വൈകാതെ രാമാവതാരത്തിൽ ബാലിയെ വധിച്ച പൂർവകർമ്മം ജര എന്ന വേടന്റെ കൂരമ്പായി ഭഗവാന്റെ തൃപ്പാദം തുളച്ചു കയറി ഒരു യുഗം അസ്തമിച്ചു. താമസിയാതെ ദ്വാരാവതി നഗരം സമുദ്രത്തിൽ ആണ്ടുപോയി. പ്രളയജലത്തിനു മുകളിൽ തിരമാലകളാൽ തൊട്ടിലാട്ടിക്കൊണ്ട് യോഗനിദ്രയിൽ ശയിക്കുന്ന ആ ദിവ്യവിഗ്രഹത്തെ ഉദ്ധവർ കണ്ടു. തന്റെ ഗുരുനാഥനായ ദേവഗുരു ബൃഹസ്പതിയെ സ്മരിച്ചു. ബൃഹസ്പതി പ്രത്യക്ഷനായി. ജലത്തിൽ നിന്നും ആ വിഗ്രഹത്തെ ഉയർത്തിയെടുക്കാൻ വരുണനെയും വായുവിനെയും ബൃഹസ്പതി വിളിക്കുകയുണ്ടായി. വരുണദേവൻ വിഗ്രഹത്തെ അവർക്കടുത്തേക്ക് എത്തിച്ചു കൊടുത്തു. മഹാശക്തനായ വായുഭഗവാൻ വിഗ്രഹത്തെ ഉയർത്തിയെടുത്തു. ഗുരുവും വായുവും വിഗ്രഹവും കൊണ്ട് പ്രതിഷ്ഠിക്കാനുള്ള പുണ്യസ്ഥാനം അന്വേഷിച്ച് ആകാശമാർഗത്തിൽ തെക്കേ ദിശയിലേക്ക് യാത്രയായി. വിഗ്രഹം വീണ്ടെടുത്ത ചാരിതാർത്ഥ്യത്തോടെ ഉദ്ധവർ ഭഗവാൻ മുൻപ് നിർദ്ദേശിച്ചതനുസരിച്ച് ബദരീനാഥത്തിലേക്കും പുറപ്പെട്ടു. വിഗ്രഹവും കൊണ്ട് തെക്കോട്ടേക്ക് സഞ്ചരിച്ച ഗുരുവും വായുവും അനവധി താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ശോഭനമായ ഒരു മഹാസരസ്സു കണ്ടു. അതിവിശാലമായ തടാകക്കരയിൽ വിരാജിക്കുന്ന ആദിഗുരുവായ ശ്രീമഹാദേവനെയും ശ്രീപാർവതിയെയും അവർ ദർശിച്ചു നമസ്കരിച്ചു. നാരായണ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അത്യുത്തമമായ സ്ഥലം ആ രുദ്രതീർത്ഥക്കര തന്നെയാണെന്ന് മഹേശ്വരൻ നിർദ്ദേശിച്ചു. പ്രതിഷ്ഠാകർമ്മങ്ങൾ കുംഭമാസത്തിലെ പൂയം നാളിൽ ആരംഭിച്ചു. അനിഴം നാളിൽ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ കണ്ണൻ പൂജിച്ച ആദികേശവൻ രുദ്രതീർത്ഥക്കരയിൽ ഗുരുവിനാലും വായുവിനാലും പ്രതിഷ്ഠിതനായി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനായി. ഭഗവാനെ ആ രുദ്രതീർത്ഥക്കരയിൽ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച ശ്രീമഹാദേവൻ ശ്രീപാർവതിയോടൊപ്പം മറുകരയിലുള്ള അമ്പാപുരത്ത് സാന്നിധ്യമുറപ്പിച്ച് മമ്മിയൂരപ്പനുമായി.
ഗുരുവായൂപുര മഹാത്മ്യം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ഈ വിഗ്രഹത്തിന്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. സന്ദർഭവശാൽ പറയട്ടെ, ഈ ഗുരുവായൂപുര മഹാത്മ്യം നാരദ പുരാണത്തിലാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഷയം നാരദ പുരാണത്തിൽ എവിടെയുമില്ല. തന്റെ പിതാവായ പരീക്ഷത്തിനെ തക്ഷകൻ ദംശിച്ചു കൊന്നതിന് പ്രതികാരമായി സർപ്പസത്രം കഴിപ്പിച്ച് അനവധി സർപ്പങ്ങളെ യാഗാഗ്നിയിൽ ചുട്ടുകൊന്ന ജനമേജയന് ആ ദുഷ്കർമ്മഫലമായി കുഷ്ഠരോഗം ബാധിച്ചു. രോഗപീഡിതനായ അദ്ദേഹം വൈദ്യനും ഋഷിയുമായ ആത്രേയ മുനിയുടെ നിർദ്ദേശമനുസരിച്ച് ഗുരുവായൂരിൽ വന്ന് ഗുരുവായൂരപ്പനെ ഭജിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. ആത്രേയ മഹർഷി ജനമേജയന് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് ഗുരുവായൂപുര മഹാത്മ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് മറ്റൊരു കഥയുമുണ്ട്. ഭഗവാന്റെ വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞ് അനവധി കാലങ്ങൾ കടന്നുപോയതിനു ശേഷം ഈ പ്രദേശം കാടുമൂടിക്കിടന്നിരുന്നു. അക്കാലത്തെ ഒരു പാണ്ഡ്യരാജാവിനോട് അദ്ദേഹത്തിന്റെ ജ്യോത്സ്യൻ ഒരു പ്രവചനം നടത്തി. ഒരു പ്രത്യേക ദിവസം പാമ്പ് കടിയേറ്റ് രാജാവ് മരിക്കുമെന്ന്. പ്രവചനം കേട്ട രാജാവ് മനഃശാന്തിക്കായി തീർത്ഥാടനത്തിന് പുറപ്പെട്ട് ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന രുദ്രതീർത്ഥക്കരയിൽ എത്തിച്ചേർന്നു. അവിടെ ഭഗവത് പൂജയും ഭജനവുമായി കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം രാജാവിന് മനസ്സിലായി താൻ പാമ്പ് കടിയേറ്റ് മരിക്കുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞ ദിവസം കഴിഞ്ഞുപോയെന്ന്. ഉടനെ അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി പ്രവചനം തെറ്റിയത് എന്തുകൊണ്ടാണ് എന്ന് ജ്യോതിഷിയോട് ചോദിച്ചു. ജ്ഞാനിയായ ജ്യോതിഷി തന്റെ പ്രവചനത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് രാജാവിന്റെ ശരീരം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇടത്തെ കാലിൽ സർപ്പം കടിച്ച പാട് കണ്ടെത്തി. രാജാവ് ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഭഗവത് ഭജനത്തിൽ മുഴുകിയിരുന്നതിനാൽ അദ്ദേഹം സർപ്പദംശനം അറിഞ്ഞിരുന്നതേയില്ല. രാജാവ് രക്ഷപ്പെട്ടത് ഭഗവാന്റെ മാഹാത്മ്യം മൂലമാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി സൂചകമായി പാണ്ഡ്യരാജാവ് ഗുരുവായൂരപ്പന് കമനീയമായ ഒരു ക്ഷേത്രം പണിയുകയും ക്ഷേത്രത്തിന്റെ നിത്യനിദാനങ്ങൾക്കായി പണം നീക്കിവെക്കുകയും ചെയ്തു. ഇങ്ങനെ എത്രയെത്ര കഥകൾ! ഐതിഹ്യങ്ങളാൽ സമൃദ്ധമാണ് ഗുരുവായൂരപ്പന്റെയും ഗുരുവായൂരിന്റെയും കഴിഞ്ഞുപോയൊരു കാലം. നമുക്കറിയാത്ത യുഗങ്ങളിലും നമ്മൾ അറിയുന്ന ചരിത്രത്തിലും നമ്മുടെ വർത്തമാനത്തിലും നമ്മൾക്ക് നിർവചിക്കാനാവാത്ത ഭാവിയിലും അനന്തമഹിമയാർന്ന ഗുരുവായൂരപ്പന്റെ തേജോമയ വിഗ്രഹം കാരുണ്യാനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സദാ വിരാജിക്കുന്നു. നാരായണ ഗുരുവായൂരപ്പ. അഖിലം മധുരം മധുരാധിപതേ അഖിലം